ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നൂഡിൽസ് ആണ്. പക്ഷേ ഈ നൂഡിൽസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന മാഗി നൂഡിൽസ് ഇല്ലേ, ആ മാഗി നൂഡിൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിനു മുൻപ് ഉണ്ടാക്കിയത് എഗ് നൂഡിൽസ് ആയിരുന്നു. അത് നമ്മൾ പുറമേ നിന്ന് നൂഡിൽസ് വാങ്ങിച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. ഇത് മാഗി മസാലയൊക്കെ ചേർത്തിട്ട് വീട്ടിലുണ്ടാക്കുന്ന നൂഡിൽസ് ആണ്. സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു 10 മിനിറ്റും കൂടി സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മാഗി നൂഡിൽസ് വീട്ടിലുണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള വലിയ ആളുകൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നൂഡിൽസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മാഗി നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ്, ഒരു സവോള, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗവും കുറച്ചും കൂടി എടുക്കുക. ക്യാബേജ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ഏകദേശം ഒരു അളവാണ് പറയുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോസുകളാണ്. ചില്ലി സോസും സോയ സോസും ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ടൊമാറ്റോ സോസും വേണം. അപ്പോൾ നമുക്ക് സോസുകളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അത് ചേർക്കുമ്പോൾ അളവുകൾ പറയാം. ആദ്യം ഈ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, സവോള എല്ലാം നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ജൂലിയൻ കട്ട് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുത്താലാണ് നൂഡിൽസിന് കാണാൻ ഭംഗി ഉണ്ടാവുക. കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ്സോടുകൂടി കഴിക്കാൻ പറ്റുക. വെജിറ്റബിൾസ് ഒരുപാട് ഓവർ കുക്കാവാതെ കഴിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ജൂലിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ട് വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയൊന്നും ചേർക്കാതെയാണ് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാക്കറ്റിൽ ആ നൂഡിൽസിൻ്റെ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഉപ്പും ചേർക്കേണ്ട, മസാലയും ചേർക്കേണ്ട, ഒന്നും ചേർക്കേണ്ട. ഓവറായിട്ട് കുക്കായി പോരുത് നൂഡിൽസ്. ഒരു മീഡിയം 3/4 ഭാഗം കുക്കാവുമ്പോൾ എടുക്കുക. ബാക്കിയുള്ളത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് കുക്കായിക്കോളും. നമ്മളിപ്പോൾ 4 നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് കുക്ക് ചെയ്യാനായിട്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. കുക്കായി വരുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം സ്ട്രെയിനറിലേക്ക് ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കണം. നൂഡിൽസ് ഒന്നും ഒട്ടാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്പൂൺ ഓയിലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ നൂഡിൽസ് ഒട്ടാതെ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റും, ക്യാബേജും, സവോളയും എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം. ക്യാപ്സിക്കം മാത്രം കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വന്നിട്ടിടാം. എന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിന് അധികം കുക്കിണ്ടായില്ല, അതുകൊണ്ടാണ് ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് കുക്കായി പോയത് വെജിറ്റബിൾസ്. സോഫ്റ്റ് ആയി വരുമ്പോൾ ഉപ്പ്
ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഇപ്പോൾ തന്നെ ഉപ്പും കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്താലും മതി. നമ്മൾ ചില്ലി സോസ് മാത്രം ആഡ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോ ടേസ്റ്റും കൂടി മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോ ടേസ്റ്റ് മാറി വരും. പിന്നെ നമ്മൾ ഓരോ വെജിറ്റബിൾസും ഈ മുട്ടയൊക്കെ ചേർക്കാനുള്ളതുകൊണ്ടോ എല്ലാം ചേർത്ത് സോട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കായി വന്നോളൂ. ആദ്യമേ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും എണ്ണയിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും എന്ത് സ്റ്റേജിലാണെങ്കിലും എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ പകുതി കുക്കായി കഴിയുമ്പോൾ ചേർക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോസുകൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ട ചേർക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ട് സോസുകൾ പിടിച്ചു വന്നോളും. അതുകൊണ്ടാണ് നമ്മൾ മുട്ട ലാസ്റ്റ് ചേർക്കുന്നത്. ആദ്യം ചേർക്കുന്നത് ടൊമാറ്റോ സോസ്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി സോയ സോസ് ആഡ് ചെയ്യാം. ഒന്നര ടീസ്പൂണാണ് സോയ സോസ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് ചില്ലി സോസ് ചേർക്കാം. നമ്മളിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1-1.5 ടീസ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്യാം. പിന്നെ എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് സോസുകളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കത് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് കുറച്ച് ഭാഗത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസുകളെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് ഒരു സൈഡിലേക്ക് മാറ്റി. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ കൂടെ വെജിറ്റബിൾസും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇനി വെജിറ്റബിൾസിലേക്കൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നോളും. നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കാത്തത് കൊണ്ടാണ് മുട്ട ഇങ്ങനെ പാനിൽ പിടിക്കുന്ന പോലെ ഇരിക്കുന്നത്. അതെല്ലാം ചേർത്ത് ഇളക്കുമ്പോൾ ഇട്ട് വന്നോളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഓയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗിയുടെ നൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല ഇട്ടാലാണ് ഈ വെജിറ്റബിൾസിലേക്ക് നന്നായിട്ട് പിടിച്ചു വരിക, അതുപോലെ നമ്മുടെ നൂഡിൽസിലേക്ക് നന്നായിട്ട് പിടിച്ചു വരിക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് മിക്സ് ചെയ്തെടുക്കാം.
നൂഡിൽസും വെജിറ്റബിൾസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, സോസുകൾക്ക് ഉപ്പുണ്ട്, എങ്കിലും വളരെ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടി വരും. ഇത്രയും നൂഡിൽസ് ഉള്ളതുകൊണ്ട് ആ മസാലയുടെ ഉപ്പ് പോരാതെ വരും. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പോവാണ്. നമുക്ക് 2 ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കി മറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നൂഡിൽസ് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസായിട്ട് കഴിക്കാം. നമ്മൾ മസാല മാത്രം ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. മുട്ടയും എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നൂഡിൽസ് കഴിച്ചോളും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മസാല താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ മസാല ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി സോസുകളൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ മസാലയാണ് പൊതുവെ ഒഴിവാക്കാറുള്ളത് ഈ നൂഡിൽസിൽ നിന്ന്. അപ്പോൾ ഇതാ നൂഡിൽസ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇതാ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.